ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നടത്തുന്ന ഓൺലൈൻ USS കോച്ചിങ്ങിന്റെ രണ്ടാമത്തെ ബാച്ച് സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. കുട്ടിമാഷിന്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ചധികം മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. ബാലാമണി അമ്മയുടെ കളിക്കൊട്ട എന്ന കവിതയിലെ വരികൾ ചുവടെ കൊടുക്കുന്നു. കവിത വായിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അന്നുശസ്സിൽ അതിഥിയായി തൻ വീട്ടിൽ വന്നൊരാ കൊച്ചു തോഴിക്കു കാണിക്കാൻ ഉണ്ണി മച്ചിലെ കോടി ശ്രമാൽ കൊണ്ടുവന്നു വാരുറ്റതൻ കളിക്കൊട്ട സാവധാനമെടുത്താനതിൽ നിന്നു സാഭിമാനം നിലത്തു നിരത്തിനാൽ പാവകൾ ചെറു പന്തുകൾ ചെമ്പകപ്പൂ വിതളുകൾ 40 നാടകൾ കൂർത്ത കുന്തത്തലപ്പുകൾ കോമാളിക്കൂത്തടിക്കുന്ന വേതാള വേഷങ്ങൾ വണ്ടിയേതോ തകർന്നതിൻ തുണ്ടുകൾ 2-3 കാശപ്പ പൊതികളും ആ മിടുക്കന്റെ ലീലാവിരുതെഴു മോമന കൈവിരലുകളിലൂടവേ ആ വിരൂപ ജഡപദാർത്ഥങ്ങളിലാശു പാഞ്ഞെത്തി ജീവിത സൗന്ദര്യം തഞ്ചി നിൽപ്പതായി കാണായ വയലിലും പുഞ്ചിരിയും കരച്ചിലും കൊഞ്ചലും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പെട്ടെന്ന് എന്ന അർത്ഥമുള്ള ഏത് പദമാണ് കവിതയിലുള്ളത്? തഞ്ചി, വാരുറ്റ, ഉഷസ്, ആശു. ഉത്തരം ആശു. രണ്ടാമത്തെ ചോദ്യം, ഉണ്ണിയുടെ കളിക്കൊട്ടയിൽ ഇല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? പട്ടുനാടകൾ, ചെമ്പകപ്പൂ വിതളുകൾ, പാവകൾ, മച്ചിങ്ങവണ്ടി. ഉത്തരം മച്ചിങ്ങവണ്ടി. മൂന്നാമത്തെ ചോദ്യം, കുട്ടിയുടെ കൈവിരൽ തൊട്ടപ്പോൾ കളിക്കൊട്ടയിലെ വസ്തുക്കളിൽ പാഞ്ഞെത്തിയത് എന്താണ്? ഭംഗി, ജീവിത സൗന്ദര്യം, കരച്ചിൽ, പുഞ്ചിരി. ഉത്തരം ജീവിത സൗന്ദര്യം. നാലാമത്തെ ചോദ്യം, കളിക്കൊട്ടയെടുക്കാൻ ഉണ്ണി എങ്ങോട്ടാണ് ഓടിയത്? മുറിക്കുള്ളിലേക്ക്, മച്ചിലേക്ക്, മുറ്റത്തേക്ക്, തോട്ടത്തിലേക്ക്. ഉത്തരം മച്ചിലേക്ക്. ഉണ്ണിയുടെ വീട്ടിൽ അതിഥിയായി എത്തിയത് ആരാണ്? തോഴി, ചേച്ചി, സഹപാഠി, തോഴൻ. ഉത്തരം തോഴി. പ്രവർത്തനം 2. ഇവിടെ ഒരു പത്രവാർത്തയാണ് കൊടുത്തിരിക്കുന്നത്, ഞാനതൊന്ന് വായിക്കാം. ഹരിത വിദ്യാലയം പുരസ്കാരം ഉത്തമപുരം ഗവൺമെന്റ് UP സ്കൂളിന്. ഉത്തമപുരം. കുഞ്ഞു കൈകളിൽ കൈക്കോട്ടും വരണ്ടിയുമായി പറമ്പിലേക്ക് ഇറങ്ങിയ കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ ആവേശമായി. സ്കൂളിന് ചുറ്റും വെണ്ടയും ചീരയും പടവലവും തഴച്ചു വളർന്നപ്പോൾ കുഞ്ഞു മനസ്സുകളും സന്തോഷിച്ചു. ചെടികളെ തൊട്ടും തലോടിയും നനച്ചും അവർ പഠിച്ചു. അവരുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം എന്നോണം ഹരിത വിദ്യാലയം പുരസ്കാരം സ്കൂളിനെ തേടിയെത്തി. ഇനി ചോദ്യം, ഉത്തമപുരം സ്കൂളിലെ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുക. കത്ത് തയ്യാറാക്കുന്ന ഫോർമാറ്റ് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ആദ്യം പ്രേക്ഷിതൻ മനു V. തോമസ്, മരിയന്തുരുത്ത് ഗവൺമെന്റ് UP സ്കൂൾ, കടലൂർ. സ്വീകർത്താവ് ആരാണ്? ഹെഡ് മാസ്റ്റർ, ഗവൺമെന്റ് സ്കൂൾ, ഉത്തമപുരം. ഇനി കത്തിലേക്ക് കടക്കാം. സ്നേഹം നിറഞ്ഞ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഹരിത വിദ്യാലയം പുരസ്കാരം നേടിയതിലൂടെ ജില്ലയിലെ സ്കൂളുകൾക്ക് മാതൃകയായി മാറിയ ഉത്തമപുരം സ്കൂളിലെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിദ്യാഭ്യാസം എന്നാൽ അക്ഷരാഭ്യാസത്തോടൊപ്പം കൃഷിയിലും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും താല്പര്യമുള്ളത് കൂടിയാകണം എന്ന് കാണിച്ചു കൊടുത്ത നിങ്ങളുടെ സ്കൂൾ ഏവർക്കും മാതൃകയായിരിക്കുകയാണ്. ഗാന്ധിജി സ്വപ്നം കണ്ടതുപോലെ തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ നയം നടപ്പിൽ വരുത്തിയ സ്കൂൾ അധികൃതർ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സ്വയം പര്യാപ്തമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, മനു. പ്രവർത്തനം 3. പത്രവാർത്ത തയ്യാറാക്കുക. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന കാർഷികോത്സവത്തിന്റെ പത്രവാർത്ത തയ്യാറാക്കുക. ഉത്തരം, പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഒരു തലക്കെട്ട് വേണം. തിരുവാർപ്പ് കാർഷികോത്സവത്തിന് തുടക്കം കുറിച്ചു. തിരുവാർപ്പ്. കാർഷികോത്സവത്തിന് മുന്നോടിയായി തിരുവാർപ്പിന്റെ മണ്ണിലൂടെ വർണ്ണാഭമായ ഘോഷയാത്ര നടത്തി. കുരുത്തോലനാട മുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാസുദേവൻ കാർഷികോത്സവത്തിന്റെ ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഘോഷയാത്രയിൽ കുമ്മാട്ടിക്കളി, പുലിക്കളി, തെയ്യം തുടങ്ങിയ കലാരൂപങ്ങൾ അണിനിരന്നു. കർഷകർ തങ്ങളുടെ അറിവുകൾ പങ്കിട്ടത് വേറിട്ട അനുഭവമായി. കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. തിരുവാർപ്പിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിളകളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയിരുന്നത്. പ്രവർത്തനം 4. മാനവ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കാർഷിക വികസനമായിരുന്നു. എ ക്വസ്റ്റ്യൻ.
മണ്ണിനെയും കൃഷിയെയും മറന്നുള്ള ജീവിതം നമുക്ക് സാധ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. ഉത്തരം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൃഷി സംസ്കാരത്തിന്റെ ഭാഗവും നിലനിൽപ്പിന്റെ അടിസ്ഥാനവുമാണ്. നമ്മുടെ സാഹിത്യത്തിലും കലയിലുമൊക്കെ കാർഷിക സംസ്കാരത്തിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും. പക്ഷേ പുതിയ കാലത്ത് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് ദൃഢതയില്ലാതായി. അത് നമ്മുടെ ജീവിത രീതിയെയും സംസ്കാരത്തെയും ബാധിച്ചു. സമൂഹത്തിന്റെ പുരോഗതിക്ക് മാറ്റം ആവശ്യമാണ്. കാലോചിതമായ പരിഷ്കാരങ്ങൾ സ്വീകരിക്കാം. പക്ഷേ അത് നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമായ കൃഷിയെ മറന്നുകൊണ്ട് ആവരുത് എന്നേയുള്ളൂ. ബി ക്വസ്റ്റ്യൻ, ഒരു കൃഷിച്ചൊല്ല് എഴുതുക. ഉത്തരം കതിരിന്മേൽ വളം വയ്ക്കരുത്. പ്രവർത്തനം 5, അഭിമുഖ ചോദ്യാവലി. ചോദ്യം വായിക്കാം. കൃഷി രീതികളിൽ നൂതനമായ നിരവധി പുതുമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിത്ത് സംരക്ഷണത്തിൽ, കൃഷി ഉപകരണങ്ങളിൽ, വിള സംസ്കാരത്തിൽ എല്ലാം. കൃഷി ഓഫീസറുമായി സംസാരിച്ചാൽ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കാം. അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിനായി ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഉത്തരം ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളില്ല കേട്ടോ. വിത്ത് ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ചക്ക, മാങ്ങ, കൈതച്ചക്ക, പഴം പോലെയുള്ള സീസണൽ വിളവുകൾ ചീഞ്ഞു പോകാതെ കൂടുതൽ കാലം ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? കൃഷിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആധുനിക ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കീടങ്ങളിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാൻ രാസകീടനാശിനികൾ അല്ലാതെ മറ്റെന്തെല്ലാം മാർഗങ്ങൾ ആണുള്ളത്? ഫലസസ്യങ്ങളുടെ തനതായ ഗുണവും രുചിയും നഷ്ടപ്പെടാതെ പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രവർത്തനം 6, ആസ്വാദനം തയ്യാറാക്കുക. താഴെ തന്നിരിക്കുന്ന കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പാണ് എഴുതേണ്ടത്. കയ്പ വല്ലരി. ഇത്തിരി മണ്ണിൽ താനെ കിളച്ചു ഉയർത്തൊരു വിത്തുപാകുമ്പോൾ പേർത്തു മത്തടം നനയ്ക്കുമ്പോൾ പച്ചയാം രക്തം മുറ്റിപ്പടരും ദലചാർത്തിൽ പറ്റിയ പുഴുക്കളെ പിടിച്ചു കളയുമ്പോൾ കടിഞ്ഞിൽ പൂവും കായും കാണുമ്പോഴീ നമ്മൾക്കു കരളിൽ തുടിക്കുന്നിലെന്തരഭിമാനം വയലും തോപ്പും കായി പൂന്തോട്ടവും വിരിയിച്ച വലിയോർകളാം വീരപൂർവികരുടെ രക്തം ഉണർന്നല്ലോ വീണ്ടും നമ്മളിൽ അന്നേരം നാം അണയുന്നല്ലോ തിരികെ നമ്മൾ തൻ തറവാട്ടിൽ ഉർവിയെ പുഷ്പിക്കും കലപോൽ നമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മന്നിൽ. ഇത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിതയാണ്. ഇതിന്റെ ആസ്വാദനക്കുറിപ്പാണ് നിങ്ങൾ എഴുതേണ്ടത്. കൃഷി പോലെ ആനന്ദകരമായ സർഗവ്യാപാരം മറ്റൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിക്കാരനെയും കൃഷിയുടെയും മഹത്വം ഘോഷിക്കുകയാണ് കയ്പവല്ലരി എന്ന കവിതയിൽ വൈലോപ്പള്ളി. മണ്ണിൽ കിളച്ച് വിത്തുപാകുമ്പോഴും തടം നനയ്ക്കുമ്പോഴും ഇലകളിൽ നിന്ന് പുഴുക്കളെ പിടിച്ചു കളയുമ്പോഴും ഫലം ആദ്യമായി ഉണ്ടാകുമ്പോഴും കർഷക മനസ്സിൽ ഉണ്ടാകുന്ന ആനന്ദത്തിന് അതിരില്ല എന്ന് കവി പറയുന്നു. അതൊരു അഭിമാനകരമായ അവസ്ഥയാണ്. വയലുകളിലും തോട്ടങ്ങളിലുമൊക്കെ അധ്വാനിച്ച് വിളവുണ്ടാക്കിയ പൂർവികരുടെ സ്മരണ അപ്പോൾ മനസ്സിൽ ഉണരും എന്നും കവി പറയുന്നു. ഇങ്ങനെ ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ പൂവണിയിക്കുന്ന കല പോലെ നിർവൃതികരമായ മഹത്തരമായ മറ്റൊന്നും ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് കവി പറയുന്നത്. കർഷക മനസ്സിൽ ഒപ്പം നിൽക്കുന്ന ഒരു കവിയെയാണ് നാം ഈ കവിതയിലൂടെ കാണുന്നത്. പ്രവർത്തനം 7, പ്രസംഗം. ചോദ്യം വായിക്കാം. നെൽകൃഷി കേരളീയർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ നാം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിക്കുകയാണ്. കാർഷിക വൃത്തിയിലേക്ക് നാം തിരിച്ചു വരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രസംഗം തയ്യാറാക്കുക. ഉത്തരം സുഹൃത്തുക്കളെ, കേരളീയരുടെ മുഖ്യാഹാരമാണല്ലോ അരി. നമുക്ക് ആവശ്യമുള്ള അരി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതിയാകെ മാറിയിരിക്കുകയാണ്. കൃഷി ചെലവുകൾ കൂടുകയും നെല്ലിന് വില കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കർഷകരിൽ പലർക്കും കൃഷിയിൽ താല്പര്യമില്ലാതെയായി. ആവശ്യമില്ലാത്ത കൃഷികളിലേക്ക് കർഷകരുടെ ശ്രദ്ധ തിരിഞ്ഞു. കൃഷിയിടങ്ങൾ നികത്തി കെട്ടിടങ്ങൾ പണിതവരും ഉണ്ട്. ഇങ്ങനെ പല ആളുകൾ കൃഷിയിൽ നിന്നും അകന്നുപോയതോടെയാണ് കൃഷി നമ്മുടെ നാട്ടിൽ കുറഞ്ഞത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അരി കിട്ടിയില്ലെങ്കിൽ പട്ടിണിയാകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. കർഷകരും കർഷക തൊഴിലാളികളുമാണ് നാടിന്റെ സമ്പത്ത്. സ്വന്തമായി എന്തെങ്കിലും ഭക്ഷ്യവസ്തു കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്നവരായി നാം മാറണം. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.